മിന ത്വാഹ റസൂലുള്ളാഹി. നബി തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ സ്വീകരിച്ച് നബി തങ്ങൾക്കൊപ്പം കാലങ്ങൾ താമസിച്ച സ്വഹാബിയാണ് ചേരമാൻ പെരുമാൾ എന്ന താജുദ്ദീൻ തങ്ങൾ. 1. 2, നമ്മുടെ കേരളത്തിന് മറ്റൊരു സവിശേഷതയുണ്ട്. എന്താണ്? നബി തങ്ങളെ സ്വഹാബാക്കളിൽ 44, 50ഓളം വരുന്ന സ്വഹാബാക്കൾ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ വായിക്കുമ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു 12 ആളുകളും എന്നാണ് നമ്മൾ പറയാം. ഞാനത് എങ്ങനെ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ തങ്ങള് മക്കത്തെ അങ്ങനെ റസൂലുള്ളാഹിന്റെ ഒപ്പം മദീനത്തുമായി താമസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രബോധനത്തിന് വേണ്ടി രാജാക്കന്മാർക്ക് ചില സ്ഥലങ്ങളിലേക്ക് കത്ത് കൊടുത്തയക്കുന്നു. ചില സ്ഥലത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കളെ പ്രതിനിധികളായി അയക്കുന്നു. ഇങ്ങനെ ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരിൽ കാണുകയാണ് ആര്? താജുദ്ദീൻ തങ്ങൾ. അല്ലാഹ് ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ ത്വാഹ റസൂലുള്ളാഹി നബിതങ്ങളുമായുള്ള ചർച്ചയിൽ തീരുമാനമാവുകയാണ്, നബിയെ എന്റെ രാജ്യത്തേക്ക് ഇസ്ലാം മത പ്രചരണത്തിന് വേണ്ടി എനിക്ക് കുറച്ച് കൂട്ടുകാരെ തരണം. കൂട്ടുകാർ തയ്യാറായി. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ അടക്കമുള്ള വലിയ ഒരു 12 ആളുകൾ അവർ തയ്യാറായി പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ അവരുടെ ഉമ്മമാര്, ഭാര്യമാര്, പെങ്ങന്മാര്, മക്കള് അടക്കമുള്ള 44 അംഗ സംഘമാണ് പായക്കപ്പലിലേക്ക് വരുന്നത്. അവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാം മതം ലഭിച്ചിരിക്കുന്ന ആളുകളാണ്. ആ സംഘം പുറപ്പെട്ടു. ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല. ആ 44 അംഗ സംഘം പുറപ്പെട്ട് പായക്കപ്പൽ യാത്ര തുടർന്നു. വഴി മധ്യേ താജുദ്ദീൻ തങ്ങളാകുന്ന ചേരമാൻ ചക്രവർത്തിക്ക് രോഗം കഠിനമായി. അദ്ദേഹം പായക്കപ്പൽ വെച്ചുകൊണ്ട് ഏതാനും കത്തുകൾ എഴുതി. ആ കത്തുകൾ എഴുതിയിട്ട് കൂടെയുള്ള യാത്രാ സംഘത്തോട് പറഞ്ഞു, ഞാനെങ്ങാനും മരണപ്പെട്ടാൽ നിങ്ങൾ യാത്ര അവസാനിപ്പിക്കാൻ പാടില്ല, നിങ്ങൾ എന്റെ രാജ്യത്ത് പോകണം. ഈ കത്തുകൾ ഇന്ന ആളുകൾക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ വേണ്ട സൗകര്യം ലഭിക്കും. ശക്കറുമുക്കല്ല, നമുക്ക് വേഗത്തിൽ പറയാം. ഇന്നത്തെ ഒമാനിന്റെ ഭാഗമായ സലാലയിലെത്തിയപ്പോൾ രോഗം കഠിനമായി. പായക്കപ്പൽ താൽക്കാലികമായി കരക്കടിച്ചു. ബഹുമാനപ്പെട്ട താജുദ്ദീൻ തങ്ങളവർക്ക് രോഗം കഠിനമായി. ശക്തിയായ ചൂടാണ് അറേബ്യൻ മണൽ ഭൂമി, അല്ലെങ്കിൽ ശക്തിയായ തണുപ്പാണ്. ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാലാവസ്ഥയും അസഹ്യമാണ്. ആ സ്ഥലത്തേക്ക് പറ്റിയ രീതിയിലാണ് അവിടുത്തെ ജനനം അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ഊട്ടിയിൽ ജനിക്കുന്ന പട്ടികൾക്ക് പ്രത്യേകമായി അതിന്റെ രോമത്തിന്റെ പുതപ്പോട് കൂടെയാണ് പട്ടി ജനിക്കുന്നത് തന്നെ, അല്ലെ? നല്ല ബ്ലാങ്കറ്റോട് കൂടെയാണ് ഊട്ടിയിലെ പട്ടികൾ വരുന്നത്. അതെന്താന്ന് വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചാണ് അവിടുത്തെ ഇത്. അറേബ്യയിലെ അറബി കുട്ടികളുണ്ട്. അറബി കുട്ടികളെ കണ്ടു നോക്കിയാൽ വലിയ അത്ഭുതം. എന്താ? രാവിലെ സുബഹിക്ക് എഴുന്നേറ്റിട്ട് അറബി കുട്ടികൾ കാണാൻ ഐസ് ഇങ്ങനെ കഴിക്കണം, അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അറബിയിൽ പോയ ആളുകൾ പലരും ഉണ്ടാവും അവിടെ. അറബ് രാജ്യത്ത് പോയിട്ട് കുറെ അറബിയൊക്കെ പഠിച്ചു വന്ന എത്രയോ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, ധാരാളമുണ്ട്. രാവിലെ നന്ന സുബഹിക്ക്, അതും ഏത് മരം കോച്ചുന്ന തണുപ്പിൽ കുട്ടികൾ ഐസ് ഇങ്ങനെ കഴിക്കണ കാണാം. അതെന്താ? അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചുള്ള ജനനാണ് അവരുടെ. നമ്മളവിടെ പോയി നോക്കിയാലും സുബ്ഹാന ജല്ല ജലാലു. ഇപ്പൊ പോകുന്ന ആളുകൾക്ക് പിന്നെ നമ്മൾ സുന്നി വിദ്യാഭ്യാസ ബോർഡും മദ്രസയും അങ്ങനെ കുറച്ചൊക്കെ മദ്രസയിൽ അതൊക്കെ പഠിക്കലും വിഷയമൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ചെങ്കിലും അറബി അറിയും. സൗദിയിൽ നിന്ന് നമ്മളവിടുന്ന് മയന്മാരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി. അവിടുന്ന് ലൈസൻസ് കിട്ടി. ഓൻ എന്ത് ചെയ്തു? ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരു സർക്കിളിലെത്തിയ സമയത്ത് അവിടെ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് വരും. ആ വണ്ടിയുടെ വരവ് കണ്ടപ്പോഴേ മുഹമ്മദ് അലിക്ക് തോന്നി ഇത് ഗുണമുള്ള വരവല്ല. അപ്പൊ ഇവനിങ്ങനെ പിപ്പിന്ന് ഓണടിച്ചുകൊണ്ടേയിരുന്നു. മറ്റവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. വണ്ടി വന്ന് മുട്ടിട്ടേ അപ്പോഴേക്ക് പോലീസുകാരനെത്തി. അവിടെ പിന്നെ മുട്ടിയിട്ട് പിന്നെ പോലീസുകാരെ വിളിക്കാൻ വേറെ കാർ എടുക്കേണ്ട ആവശ്യമില്ല, അവര് വരും. അപ്പോ പോലീസുകാരൻ വന്ന് നമ്മൾ ഡ്രൈവറോട് ചോദിച്ചു, ഈ ബത്താക്കാർ ഇവൻ ലൈസൻസ് കൊടുക്കുമ്പോൾ വളരെ ഒപ്പിച്ച്, അത്രയൊന്നും അറബി അറിയില്ലെങ്കിലും സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിൽ പഠിച്ചൊരു വിവരം വെച്ചുകൊണ്ട് അവൻ ഒപ്പിച്ച് പറഞ്ഞു സയ്യിദി എന്ന് വിളിച്ചു. സയ്യിദി എന്ന് പറഞ്ഞാൽ സാറിനർത്ഥം. സയ്യിദി അന ഫീ പിപ്പി ഹുവ മാഫി പിപ്പി. ഇവന്റെ ഈ വണ്ടിയുടെ ലൈനില്ലാത്ത വരവ് കണ്ടപ്പോഴേ ഞാൻ പിപ്പി എന്ന് ഓണടിച്ചുകൊണ്ടേ നിൽക്കാണ്. മറ്റേ ഓ ഹുവ മാഫി പിപ്പി.
പോലീസുകാരന്റെ കാര്യം മനസ്സിലായി. ഇവന്റെ ലൈസൻസ് അങ്ങ് തിരിച്ചു കൊടുത്ത് മറ്റോനെയും കൂട്ടിയിട്ട് പോയി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, ഞാൻ പോന്നു. ഇനി അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട, അതൊരു നാടൻ കഥ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ മിണ്ടുമ്പാത്തിന് ബുഖാരിയാണ്. യാ റബ്ബ് യാ റബ്ബ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പോ ഇന്നത്തെ ഒമാനിന്റെ ഒരു കൊച്ചു ഒരു ചെറിയ പ്രവേശയാണ് ഏത്? സലാല. സലാലയുടെ കടപ്പുറത്ത് ഇറങ്ങിയിട്ട് നമ്മളും സലാലയുമായി വളരെ അടുത്ത് നിൽക്കുക. സലാല കടപ്പുറത്ത് ഇറങ്ങിയിട്ട് റേഡിയോ FM തുറന്നാൽ ആലപ്പുഴ സ്റ്റേഷൻ കിട്ടും. അത്ര അടുത്താ നമ്മൾ കടപ്പുറത്ത് അടുക്കുന്നത്. അപ്പോ അവിടെ ഇറങ്ങിയിരിക്കുന്ന താജുദ്ദീൻ തങ്ങളവർക്ക് സുബ്ഹാനല്ലാഹ് മണൽ ഭൂമി എന്ന് പറഞ്ഞാൽ അറേബ്യൻ മണൽ ഭൂമി, മണൽ കുന്നുകൾ നിറഞ്ഞു കിടക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ത്വാഹ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചു വന്നിട്ട് നബി തങ്ങളെ മുടി ഞാനിങ്ങനെ ചീകിക്കൊടുത്താൽ, റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ ചീകി വെച്ചാൽ മരുഭൂമിയിലെ മണൽക്കുന്നുകളെ പോലെയായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മുടിയെക്കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. സുബ്ഹാന ജല്ല ജലാലു. ആ മണൽക്കുന്നുകൾ കണ്ടവർക്ക് അതിന്റെ ചന്തവും അതിന്റെ സൗന്ദര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ശക്തിയായ ചൂട് അല്ലെങ്കിൽ തണുപ്പ് അവിടെ എത്തിയ താജുദ്ദീൻ തങ്ങളവറുകൾ പടച്ചവനെ കാലാവസ്ഥ പിടിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശിക്കുന്ന മുഖം കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് വന്ന സ്വഹാബി പ്രമുഖൻ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എന്നെ നീ എന്റെ രാജ്യമായ കേരളത്തിലേക്ക് എത്തിക്കണം, അല്ലെങ്കിലോ ഈ രാജ്യത്തിന്റെ കാലാവസ്ഥ എന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നതാക്കി തരണേ അല്ലാ. താജുദ്ദീൻ തങ്ങളെ ദുആ, എന്നെ എന്റെ രാജ്യത്തേക്ക് എത്തിക്കണം റബ്ബേ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ കാലാവസ്ഥ എന്റെ ശരീരത്തിന് ചേരുന്നതാക്കി തരണേ എന്ന് ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സ്വീകരിച്ചതാണ്. GCCയുടെ രാഷ്ട്രങ്ങളിൽ മുഴുവനും യാത്ര ചെയ്താൽ ഒമാനിന്റെ സലാലയിലെ ഒരു 20-25 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം, അവിടെ മാത്രം തെങ്ങ്, കഴുങ്ങ്, വായ, നെല്ല്, കൈപ്പങ്ങ, കുന്തം, കൊടച്ചക്കരം എല്ലാ സാധനവും കിട്ടും. എന്താണ്? കേരളീയമായ അതേ മണ്ണ്, അതേ കാലാവസ്ഥ. എന്റെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇങ്ങനെ ഒരു കുറച്ച് സ്ഥലം മാത്രം? അത് താജുദ്ദീൻ തങ്ങൾ അവരുടെ ദുആ സ്വീകരിച്ചതാ. എന്റെ ദുആ അത്ര പെട്ടെന്ന് സ്വീകരിക്കാൻ ത്വാഹ റസൂലുള്ളാഹി മുത്തുനബിയിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ വാങ്ങി ആ പ്രകാശത്തോടുകൂടെ വരുന്ന ആളാണ് ആര്? ബഹുമാനപ്പെട്ട താജുദ്ദീൻ തങ്ങൾ. അവര് ദുആ സ്വീകരിച്ചത് ഇന്നും സലാലയിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. നിറഞ്ഞു നിൽക്കുന്ന നെൽകൃഷി, വാഴകൃഷി, തെങ്ങ്. സുബ്ഹാനല്ലാഹ്. താജുദ്ദീൻ തങ്ങൾ കിടക്കുന്ന മക്ബറ പോയി കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ സലാലയിൽ നിങ്ങളെ കുടുംബങ്ങളോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. താജുദ്ദീൻ തങ്ങളെ മക്ബറയിൽ ആഴ്ചയിലെ എല്ലാ തിങ്കളാഴ്ച രാവിലും